എന്താടേ? ചേട്ടൻ്റെ മുടിയെക്കുറിച്ച് ഞാൻ ചേട്ടൻ്റെ അടുത്ത് കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഈ വാവെ ഓർത്തെങ്കിലും അത് എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്താ പറ്റിയത്? ചേട്ടാ, എനിക്ക് ചേട്ടൻ്റെ വീട്ട് മുടി വളർത്തണം. നീ എന്താ ആക്കിയതാ? ആക്കിയൊന്നുമില്ല ചേട്ടാ. എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാം പറയുവാണേ ചേട്ടൻ കട്ട ഫ്രീക്കിനാന്ന്. എനിക്ക് ആവണം ചേട്ടാ കട്ട ഫ്രീക്ക്. എനിക്ക് ഇപ്പഴെങ്കിലും മനസ്സിലായുള്ളടാ. നിനക്ക് ഫ്രീക്കനാവണമെങ്കിൽ നീ ഫ്രീക്കനാവണം. നിനക്ക് മുടി വളർത്തണമെങ്കിൽ നീ വളർത്തണം. നാട്ടുകാരും വീട്ടുകാരും പലതും പറയും. മൈ ലൈഫ് മൈ റൂൾസ് കേട്ടിട്ടില്ലേ? നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഈ വലിയ വലിയ മഹാന്മാർ അവരുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചവരാണ്. ഫോർ എക്സാമ്പിൾ നിനക്ക് സത്യസായി ബാബൻ അറിയില്ലേ? ആ എന്റെ അതേ മുടിയല്ലേ ചേട്ടാ. എന്റെ ഐഡന്റിറ്റി സ്ട്രേറ്റ് മതി. ഇതൊന്ന് ഐഡന്റിറ്റി സ്ട്രേറ്റ് മതി. ഐഡന്റിറ്റി അതിന് മുടിയല്ലടാ സ്ട്രേറ്റ് ആക്കാൻ. ഈ കൊരങ്ങനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം? ഐഡന്റിറ്റി എന്ന് പറഞ്ഞ വ്യക്തിത്വം. വ്യക്തിത്വം ഇപ്പൊ മനസ്സിലായി. കരയല്ലേ കരയല്ലേ. ഇങ്ങനെ ഞാൻ ഫ്രീക്കിനാക്കി തരാം. എങ്ങനെ? ഇപ്പഴാടാ എനിക്ക് നിന്നോട് സ്നേഹം കൂടിയത്. എന്താടാ ഈ ചെല്ല്. ഇതാണ് നിന്നെ ഫ്രീക്കനാക്കാനുള്ള ആയുധം. ഇത് വെച്ച് തേച്ച് നിന്റെ മുടി വടി പോലെ നിൽക്കും. ഏത് സൈഡ് വേണമെങ്കിൽ പിടിച്ചെടുത്ത് അവിടെ നിൽക്കും. ഇപ്പൊ നമുക്ക് തേക്കണോ? പിന്നെ അമ്മ വഴക്കറിയോ? നാളെ തേച്ചപ്പോരെ. ഒന്നും നാളത്തേക്ക് ബാക്കി വെക്കരുത്. ഇന്ന് തേക്കാനുള്ള ഇന്ന് തേക്കണം, ഇന്ന് ചെയ്യാനുള്ള ഇന്ന് ചെയ്യണം. ഓക്കെ? എങ്ങനെയുണ്ട്? സൂപ്പർ ഏട്ടാ. ഞാനിപ്പോ ഫ്രീക്കിനെ അല്ലേ? പിന്നെ അല്ല. നീ ഉണ്ടല്ലോ ബാവയുടെ അടുത്ത് പോകണ്ട, പെട്ടെന്നുണ്ട് ഞെട്ടും. ചേട്ടാ ഇനി വേണം എനിക്ക് സ്കൂളിൽ പോയിട്ട് ഷൈൻ ചെയ്യേ. ഷൈൻ ചെയ്യടാ നീ പോയിട്ട്. ഓക്കേ കേട്ടോ? ഹൈ ഫൈ. You say you love me, I say you're crazy. We're nothing more than friends. You're not my lover, more like a brother. I know you since was like 10. Yeah, don't mess it up, talking that shit. Na 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 na. ഇതെന്ത് കോലാടാ ഇത്? ചേച്ചി ഇതാണ് എന്റെ വ്യക്തിത്വം. നീ ഇങ്ങനെയാണ് വ്യക്തിത്വം ഉണ്ടാക്കണേ? അമ്മേ അമ്മേ നോക്കിയേ. യോ ഇതെന്താണ് ഇത്? ഇതാരെങ്ങനെ കാണിച്ചു വെച്ചാൽ നിന്റെ തല? വേറെ ആരായിരിക്കും? മുടിയൻ ചേട്ടനായിരിക്കും. മുടിയൻ ചേട്ടൻ ഇങ്ങനെ കാണിക്കത്തുള്ളൂ. അയ്യോ ദേ വന്നു കുഞ്ഞിനെ കൊണ്ട്. അപ്പൊ അവരിങ്ങനെ നിൽക്കട്ടെ, ഞാൻ നോക്കിക്കോളൂ. ഇനി ചേട്ടൻ നോക്കിയാൽ ശരിയാവൂരാ. എന്താടി? വേണ്ട വേണ്ട, ഇനി നോക്കണം, ഞാൻ നോക്കിക്കോളാം. എന്താണ് ഇവനെ തല കാണിച്ചു വെച്ചേക്കണ നീ? അത് മുടി ഹെയർ സ്റ്റൈൽ മാറ്റം പറഞ്ഞപ്പോ ഞാൻ സഹായിച്ചെന്നുള്ളൂ. നീയോ ഇങ്ങനെ അവനെ കൂടി അങ്ങനെ ആക്കി എടുക്കണ? ഞാൻ ജെല്ലെടുത്ത് പരട്ടിയെന്നുള്ളൂ, ബാക്കിയൊക്കെ അവന്റെ ഡിസിഷൻ ആണ്. അല്ലടാ ഞാൻ പറയണ്ട. ഈ അടുക്കള വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞാണോ വേണ്ടെന്ന്? പറഞ്ഞാണോ? എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കാണിച്ചു വെച്ചത്? കൊണ്ട കഴിക്കളടാ, ഒന്ന് നിന്നോളാം അതിന്റെ ഇടക്ക്. പൊന്നേശു ഇത് പരമ ബോറായിണ്ട്. ഇതും കൊണ്ട് നീ സ്കൂളിലേക്ക് എന്ന പിള്ളേരെല്ലാവരും നിന്നെ കല്ലെടുത്തെറിയും. ഒന്ന് പോലെടുന്നു. നിനക്ക് അസുഖങ്ങളുണ്ടല്ലേ? ഡി മൈ ലൈഫ് മൈ റൂൾസ് അല്ലേട്ടാ? എന്തോന്ന് എല്ലാരും എന്നെ കൂടി നോക്കണത്? അവൻ ഫേസ്ബുക്കിൽ കണ്ട് പറഞ്ഞായിരിക്കും. പിന്നെ അവനൊരു ആഗ്രഹം പറഞ്ഞപ്പോ ചെയ്തു കൊടുത്തേ ഉള്ളൂ. കൊറേ കുഴമ്പുണ്ട് ആ കൊച്ചിനെ തലയെ കൊണ്ട് ഒഴിച്ച് ഓരെന്തോ കാണിച്ചു വെച്ചിട്ട് അവൻ പറഞ്ഞ ആഗ്രഹം പറഞ്ഞപ്പോ. ഇത് കുഴമ്പല്ല, ജെല്ലാണിത്. മുടിക്കൊന്നും പ്രശ്നമൊന്നും ഇല്ലാതെ. പോടാ കൊണ്ട കഴിക്കളടാ. പ്ലീസ് അമ്മേ, ഞാൻ വീട്ടിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. പുറത്ത് ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ നേരെ ചെയ്ത് ഒതുക്കിക്കോളാം. പ്ലീസ് അമ്മ കുറച്ച് ദിവസത്തിന്. അമ്മ വീട്ടിൽ നടക്കാനാണെങ്കിൽ നടന്നോട്ടെ അമ്മ, വേറെ ആരും കാണത്തില്ലല്ലോ. വീട്ടിൽ നിൽക്കുമ്പോ മാത്രം, അത് ഞാൻ പറയണ എപ്പോഴാണോ അപ്പ കഴിക്കളഞ്ഞേക്കണം. താങ്ക് യു അമ്മ. ഉണ്ടോ ഭയങ്കര എന്താണ് സംസാരിക്കണല്ല വിശന്നിട്ടാ. കൊച്ചിനെ മേലെ എടുത്തേക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അതിന്റെ തലേന്ന് എന്താ കാണിച്ചു വെക്കാൻ പറയാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരെ കിട്ടിയപ്പോ കാണിച്ചു വെച്ചല്ലോ. ഞാൻ പറയണ്ടേ? എന്തെന്ന് എന്തെന്ന്
അവൾക്ക് അതുപോലെ ആക്കണം. അല്ല ഞാൻ ചേട്ടൻ ആക്കി തരാം. അടാ ചേട്ടൻ കുറച്ചും കൂടി വലുതായിട്ട് വാവയുടെ മുടിയും കുറച്ചുകൂടി വളരുമ്പോളേ ചേട്ടന് മുടിയിലാക്കി തരാം കേട്ടാ. കൊച്ചിന്റെ തലയിലെങ്ങാനും തോട്ടം നിന്റെ കൈ ഞാൻ വെട്ടും, പറഞ്ഞേക്കാ കേശു. അല്ല ഇവന്റെ കൈ വെട്ടണ എന്തിനാ? മുടിയൻ ചേട്ടല്ലേ ഒപ്പിച്ചേച്ച, മുടിയൻ ചേട്ടൻ കൈ പോയി വെട്ടു. ആ വരണുണ്ട്. എന്റെ പരിചരണം ഇല്ലാതെ കുഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവര് വളർത്തുമ്പോ വന്നേക്കണ്. മുടിയൊക്കെ സെറ്റ് അല്ലേ? യെസ് ബ്രോ. ജെല്ല് വേണോ? വേണ്ട ബ്രോ. ഒരുത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തപ്പോ എന്ത് സന്തോഷം. വെറുതെ ഇല്ല ഗാന്ധിജി മെനക്കെട്ട് നിന്നത്. ഗാന്ധിജിക്ക് ആൾക്കാരുടെ തലയിൽ ജെല്ല് വെച്ച് കൊടുക്കലായിരുന്നല്ലോ പണി. ഒരു കോള് വരണ്ടൊന്നും മിണ്ടാണ്ടിരിക്കും. ഹലോ, ആ പറയടാ, എന്താണ് നിന്റെ കല്യാണമാണോ? അല്ല നീയൊക്കെ ആ സമയത്തല്ലേ വിളിക്കൂ. ആര്? നമ്മുടെ മഹേഷാ? എടാ നമ്മുടെ മഹേഷ് തന്നെ. ആ ആ ഓക്കെ ഓക്കെ, നീ കട്ടി ഫോൺ കട്ടി. എന്താ എന്ത് എന്ത് പറ്റിയേ? എന്റെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച മഹേഷ് ഇല്ലേ, അവൻ സിനിമയിൽ കയറിയെന്ന്. അത് മോഹൻലാലിന്റെ അനിയന്റെ റോള്. ആണോ? കഴിവുള്ള പിള്ളേർ അങ്ങനെ കേറി അങ്ങ് പോകും. എന്ത് കഴിവ്? എന്നെ പോലെ ഡാൻസ് കളിക്കാൻ പോലും അറിയത്തില്ല, പിന്നെ എങ്ങനെ അവന് സിനിമ കയറും? ഞാൻ അവിടെ തടിപടി പോലെ നിൽക്കുമ്പോ ഇതെനിക്ക് സഹിക്കാൻ പറ്റണല്ലോ കേട്ടാ. എന്താ പറഞ്ഞ? എനിക്ക് സഹിക്കാൻ പറ്റണെന്ന്. ആ ഇതിന്റെ ഒരു പേരുണ്ടല്ലോ വെച്ചു. എന്താണ് ഈ അസൂയത്തിന്റെ പേര്? അസൂയ. അസൂയ? ഉറക്കം എന്നായിരുന്നു അവന്റെ ഇരട്ട പേര്. ഇപ്പൊ മനസ്സിലായ? കഴിവുള്ള ആമ്പിള്ളേര് ചേട്ടനെ പോലെ തെറിച്ച് തെറിച്ച് നടക്കൂല, ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കും. എന്നിട്ട് ആവശ്യം വരുമ്പോഴേ അവരുടെ കഴിവ് അവര് പുറത്തെടുക്കുള്ളൂ. എന്തായാലും ഇത് കുറച്ച് കടുത്തു പോയി. അതിനിപ്പോ എന്താ ഏട്ടാ? അതിനിപ്പോ എന്താണെന്നാ? നിനക്കൊന്നും എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ജോലി പോലും കിട്ടില്ല എന്നാ ഞങ്ങൾ പ്രതീക്ഷ. അവന് കോളേജിൽ വിലസി കൊണ്ട് നടന്ന ഞാൻ ഇപ്പൊ കുഞ്ഞിന്റെ അപ്പിയും കൂടി നടക്കുക. അപ്പൊ എനിക്ക് വിഷമാവൂലേ? അതൊരു ഭാഗ്യമല്ലേ വിഷ്ണു? ചേട്ടാ ചേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവും ചേട്ടാ. കാരണം എന്റെ കൂടെ പഠിച്ച കുട്ടിക്ക് MBA സീറ്റ് കിട്ടിയപ്പോ എനിക്ക് ഇതിനപ്പുറത്തെ വിഷമായിരുന്നു. എന്റെ പൊന്ന് ചേട്ടാ, ചുമ്മാ അങ്ങനെ വിഷമിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ചേട്ടനും ആ ചേട്ടനെ പോലെ വലുതൊക്കെ ചെയ്യാൻ നോക്ക്. അങ്ങനെ ചെയ്യണമെങ്കിലേ ഊർജം വേണം, ഊർജം. എന്താ ചേട്ടാ? അവൻ ലാലേട്ടനൊപ്പം നിൽക്കണ ഫോട്ടോ ആ ചേട്ടൻ അയച്ചെന്നാണോ? എന്നെ പോലെ തകർന്നിരിക്കണ വേറെ ഒരുത്തന്നെ അയച്ചെന്ന ഫോട്ടോയാ. വിഷ്ണുവേ, ആ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെച്ചോ. ഇതിന് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോ ഊർജം കിട്ടൂടാ. ചേട്ടന് സിനിമയിൽ അഭിനയിക്കണോന്ന്, ചേട്ടന് സിനിമയിൽ അഭിനയിക്കണോന്ന്, മുടിയൻ ചേട്ടൻ സിനിമയിൽ അഭിനയിക്കണോന്ന്. വാവയ്ക്ക് അഭിനയിക്കണ